മോനെ എന്റെ മൊബൈൽ ഒന്ന് നന്നാക്കാനായിട്ട് വന്നാണ്. കോള് പോകുന്നില്ല. എന്റെ മോനെ മാത്രം വിളിച്ചാൽ കിട്ടുന്നില്ല. വേറെ നമ്പറിലോട്ടൊക്കെ വിളിച്ചാൽ കിട്ടുന്നുണ്ട്. ഒന്ന് നോക്കാവോ? നോക്കാം. പേരെങ്ങനെയാ സേവ് ചെയ്തേക്കുന്നത്? അവന്റെ പേര് വിവേക്. വിവേക് എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ വിളിക്കുമ്പോൾ നമ്പർ ബിസിയാന്നാ പറയുന്നത്. പക്ഷെ വേറെ നമ്പറിലൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്നുമുണ്ട്. അയൽവക്കക്കാരെയൊക്കെ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മോനെ മാത്രം വിളിച്ചിട്ട് കിട്ടുന്നില്ല. കംപ്ലൈന്റ് ആണോ ഫോണിന്റെ? ഇത് ഫോണിന്റെ കംപ്ലൈന്റ് അല്ല, കോള് ചെല്ലുമ്പോഴത്തേക്ക് അവര് ബിസി ആക്കി വിടുന്നതാണ്. മോന്റെ നമ്പറിൽ നിന്നൊന്ന് വിളിക്കാവോ അവനെ? ഇതിലുണ്ട് വിവേക് എന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ ഒന്ന് വിളിച്ച് എന്റെ പറ, അവന്റെ ചാച്ചനാണ്, കടയിൽ വന്നിട്ടുണ്ട്, അവന്റെ അമ്മ സുഖമില്ലാതെ താലൂക്ക് ആശുപത്രിയില്ലാന്ന് പറയണം. ഹലോ ഹലോ, വിവേകല്ലേ? അതെ വിവേകാണ്. ആ വിവേകൻ, ഞാൻ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കാം. എന്റെ പൊന്നെ, എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ശരണാലയത്തിലെ നീ പുള്ളിയുടെ കാര്യം പറഞ്ഞ ഞങ്ങളെ ഒരു ശരണാലയത്തിൽ കൊണ്ട് വിട്ടായിരുന്നേ. ഒരു പെണ്ണിനെ സ്നേഹിച്ച് അതിന്റെ കൂടെ പോയതാ. ശരി മോനെ, ഫോണിന്റെ കംപ്ലൈന്റ് അല്ലല്ലേ? ലക്ഷ്മി അമ്മയുടെ കൂടെ വന്ന ആരാ ഉള്ളേ? ഞാനാ. ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരണം. കൂടെ വേറെ ആരും ഇല്ലേ? ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. കൂടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മോനങ്ങ് ഗൾബിലാ. അമ്മയ്ക്ക് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്. മാനയൊക്കെ വിളിച്ച് വിവരം അറിയിക്കുക കേട്ടോ. The Vodafone number you have dialed is presently busy. മോനെ ഈ മരുന്ന് വേണേ. 3 ഡോസാണല്ലോ കുറിച്ചേക്കുന്നേ. 3 ഡോസ് വേണം. ഇതാർക്ക് വേണ്ടിയാ? ആരാ ഹോസ്പിറ്റലില്? കുടുംബമാ. അവക്ക് ആസ്മ കൂടിയിട്ട് കൊണ്ടുവന്ന. ഇത് വിലക്കൂടിയ ഇഞ്ചക്ഷൻ മരുന്നാണ്. വിലക്കൂടിയതാ അല്ലേ? അത് അർജന്റായിട്ട് വാങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞ്. എത്ര രൂപ ആവും മോനെ? ഒരു ഡോസിന് 350 രൂപ വരും. 3 ഡോസ് ആകുമ്പം 1050 രൂപ വരും. മോനെ, എന്റെ കയ്യിൽ 220 രൂപയേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഇറ്റ്സ് ഓക്കെ. മോനെ ഞാൻ വിളിച്ചായിരുന്നു. അവനാ തോന്നുന്നു തിരിച്ചു വിളിക്കുന്നത്. പരിചയമില്ലാത്ത നമ്പരാ. ചിലപ്പോ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. ഹലോ, ഫോണിന്റെ കമ്പനിക്കാരാ. പാട്ട് വേണം. മോനൊരു കാര്യം ചെയ്യാവോ? ഈ ഫോണ് വെച്ചിട്ട് എനിക്ക് ആ മരുന്ന് തന്നു വിടാവോ? എന്റെ വേറെ പൈസ ഇല്ല. ആ മരുന്ന് അർജന്റായിട്ട് വേണമെന്നാ ഡോക്ടർ പറഞ്ഞതേ. 2 ദിവസം കഴിയുമ്പോ എനിക്ക് പെൻഷൻ കയറും. പെൻഷൻ കയറുമ്പോ ഞാൻ ബാക്കി പൈസ കൊണ്ടുതരാം. തന്നു വിടാവോ? ഒരുപാട് ആളുകൾ ഇങ്ങനെ തട്ടിപ്പൊക്കെയായിട്ട് വരാറുണ്ട്. പക്ഷെ ചേട്ടനെ കണ്ടപ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നു. ചേട്ടനാ മരുന്ന് കൊണ്ടുവെക്കൂ. 2 ദിവസം കഴിഞ്ഞ് ബാക്കി പൈസ. ദൈവം അനുഗ്രഹിക്കും. പോവാണേ. ലക്ഷ്മിയെ, നീ എന്നെ തച്ചാക്കിട്ട് പോവാല്ലേ? നമ്മുടെ മോനെ ഞാൻ ഒരുപാട് വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. ബിസിയാക്കി വിടുക. നിന്നെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും? നമുക്കുള്ളതെല്ലാം നമ്മളെ മോന് വേണ്ടി വിറ്റില്ലേ? അവന് നമ്മളെ വേണ്ട.
മാമ്പൂ കണ്ടും മക്കളെ കണ്ടും സന്തോഷിക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മളെ മോന്റെ കാര്യത്തിൽ അത് സത്യമായില്ലേ? ഇല്ലേ? നിങ്ങളോട് ഈ ബോഡി ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞില്ലേ? അപ്പുറം ഇപ്പുറം കിടക്കുന്ന വീട്ടിലെ ആൾക്കാർ വന്ന് പരാതി പറയുകയാണ്. മോനെ, എനിക്ക് സ്വന്തമായിട്ട് മണ്ണില്ല. എന്നെ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരു നാള് വരുമ്പോ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. പഞ്ചായത്ത് ശ്മശാനത്തില് മറവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അരമണിക്കൂറൂടെ എന്റെ ലക്ഷ്മിയെ ഇവിടെ കിടത്താനുള്ള അനുവാദം തരണം. ലക്ഷ്മി